ജിന്നുകളെന്നെ വാരിപ്പറന്ന് കൊണ്ടെത്തിച്ചു. നിന്നുടെ മാരൻ ഇവിടെയാണെന്നും ചൊല്ലിയേ. ജിന്നുകളെന്നെ വാരിപ്പറന്ന് കൊണ്ടെത്തിച്ചു. നിന്നുടെ മാരൻ ഇവിടെയാണെന്നും ചൊല്ലിയേ. ഞാനാണ് മാരനെന്ന് ജിന്നുകൾ ചൊല്ലിയോ. ഷൗക്കേറ് ഷൗക്കത്തിയെ ചൊല്ലിടുമോ നീ ആരാണെന്ന്. ഏതാണീ ഷൗക്കത്തി കമറിന്നൊളി രാജാത്തി. എങ്ങെങ്ങ് വന്നെങ്ങോ നീ ബദറൊളിയേ. ജന്നാത്തിൻ കതിരൊളിയേ. കരളായോനേ എൻ്റെ ഷൗക്കേറും നാട്ടിലെ കഥകളൊരായിരം പറയുവാനുണ്ടേ. കേൾക്കുയാ മെഹബൂബേ. നാളുകളേറെ കാത്തിരുന്ന മുഖമല്ലേ നീ തന്നെയാണ് ഞാൻ തേടിയ എൻ്റെ ഹാജത്ത്. നാളുകളേറെ കാത്തിരുന്ന മുഖമല്ലേ നീ തന്നെയാണ് ഞാൻ തേടിയ എൻ്റെ ഹാജത്ത്. തിരിശപ്പൂവായോനെ പിരിയില്ല നിന്നെ ഞാൻ. ഇനിയൊരു നാട്ടിലേക്കു പറക്കില്ല ഞാൻ നീ കൂട്ടിനില്ലാതെ. ഏതാണീ ഷൗക്കത്തി കമറിന്നൊളി രാജാത്തി. എങ്ങെങ്ങ് വന്നെങ്ങോ നീ ബദറൊളിയേ. ജന്നാത്തിൻ കതിരൊളിയേ. കരളായോനേ എൻ്റെ ഷൗക്കേറും നാട്ടിലെ കഥകളൊരായിരം പറയുവാനുണ്ടേ. കേൾക്കുയാ മെഹബൂബേ. അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് കൂട്ടുകാരെ വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എനിക്കും അൽഹംദുലില്ലാ റാഹത്തായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ രാവിലത്തെ ഒരു ചായയൊക്കെ കുടിച്ച് ഒരു ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കോടതി വിധിയൊക്കെ വന്നിട്ടുണ്ട് പോലും പെണ്ണുങ്ങന്മാരെ ഇനി ആണുങ്ങൾ പാചകത്തിനൊക്കെ സഹായിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ പറയുക, കെട്ടിയോള് പണിക്കാരത്തിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെങ്കിൽ എന്ത് കോടതി വിധി വന്നിട്ടും ഇനി നമുക്ക് പ്രയോജനമൊന്നുമില്ല. നമ്മുടെ വിധി നമ്മുടെ ഇക്കാടെ വിധിയാണ്. നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്തേ പറ്റൂ. ഞാൻ എൻ്റെ പണി എടുത്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ വീട് പട്ടിണിയായിരിക്കും. പോകാൻ ഇനിയിപ്പം വായില നാവളക്കാനും നിങ്ങളെടുക്ക് പണി, ഞാനല്ലെങ്കിൽ എൻ്റെ പാട്ടിന് പോകും എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഇനി ഒരു കാര്യമില്ല. ഇനി ചവിട്ടി ഓടിച്ചാൽ എവിടെയും പോകില്ല, പോകാനൊരിടയില്ലാന്നു എൻ്റെ ഇക്കാക്കൊക്കെ നന്നായിട്ട് അറിയാം. ഉമ്മയും ഉപ്പയൊക്കെ മരണപ്പെട്ടു. പിന്നെ എന്താ പറയുക, കൂടെപ്പിറപ്പ് എല്ലാവരും അവരവരെ പാട്ടിന് ജീവിക്കുകയാണ്. ഞങ്ങൾ 4-5 അടുത്ത അനിയത്തിമാരുണ്ട്. എല്ലാവരും മക്കളും ഭർത്താവൊക്കെ ആയിട്ട് എന്നൊക്കെ വിളിക്കും, സുഖം തന്നെയാണെന്ന് ചോദിക്കും. അല്ലാതെ ആകെപ്പാടെ നമുക്ക് നമ്മുടെ ഇക്ക തന്നെ ആശ്രയമുള്ളൂ. ഇന്നത്തെ പെൺപിള്ളേർക്ക് പറ്റിയ വിധിയാണ് വന്നിരിക്കുന്നത്. ഓലിക്കല്ലേ തന്നെ പണിക്ക് മടിയുള്ള പെൺപിള്ളേർ ഇപ്പോഴത്തത്. പിന്നെ അത് മാത്രമല്ല, പഴയ കാലമല്ല. ഇന്ന് ചെക്കന്മാരെ കിട്ടാൻ ഒരു പാടുമില്ല, പെണ്ണിനെ കിട്ടാനാണ് പണി. ഞങ്ങളെയൊക്കെ കെട്ടിക്കുന്ന കാലത്ത് ഒരു ചെക്കനെ കിട്ടണമെങ്കിൽ അങ്ങോട്ട് പൊന്നും പൈസയൊക്കെ കൊടുക്കണം, സ്ത്രീധനമൊക്കെ കൊടുക്കണം. ഇന്ന് നേരെ തിരിച്ചാണ്, പെൺപിള്ളേർക്ക് ആൺപിള്ളേർ അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ കാലം മാറി, അതിനണക്കായ വിധിയും വന്നു. ഞങ്ങളൊക്കെ പണിയെടുത്തെടുത്തെടുത്ത് അധോഗതി എത്തി. ഇനി അങ്ങ് പോകാനായി, പ്രായമായി, അങ്ങോട്ട് പോകേണ്ട സമയമെത്തി. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ ഒരു പ്രയോജനവുമില്ല. ഇനി ആരോഗ്യം എത്രത്തോളം ഉണ്ട് അതുവരെ ഉള്ള പണിയും കൊടുത്ത് ഈ കെട്ടിയൻ്റെ കൂടെ അങ്ങ് സഹിച്ച് ജീവിക്കുക തന്നെ, നല്ലതായാലും മോശമായാലും. നമ്മളൊന്നും കാലം എന്ത് പ്രയാസം വന്നാലും ഉപ്പാനോ ഉമ്മാനോ ഒന്നും അറിയിക്കില്ല, ആങ്ങളമാരെയൊന്നും അറിയിക്കില്ല. കാരണം അവർ പ്രയാസപ്പെടും, അവരൊരുപാട്
പൈസ പൊന്നൊക്കെ കൊടുത്തെടുത്ത കെട്ടിയവനല്ലേ, അപ്പോൾ എല്ലാം സഹിച്ച് ജീവിക്കും. കുട്ടികൾക്ക് വേണ്ടിയും ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി എല്ലാം തന്നെ. ഇന്നത്തെ കാലം അങ്ങനെയല്ല. എന്തെങ്കിലും ചെറിയത് കെട്ടിയ പിറ്റേന്ന് തന്നെ പിള്ളേർ വേണ്ടാന്ന് പറയും. ചെക്കൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ചെറിയ കാര്യം ഉണ്ടെങ്കിൽ തന്നെ വലുതായി അത് പറഞ്ഞ് അവർ അന്നേരം തന്നെ ഒഴിവാക്കി അടുത്തതിനെ പിടിക്കും. നമ്മളെപ്പോലെ ഒന്നും സഹിച്ച് ജീവിക്കൂല ഇന്നത്തെ പിള്ളേന്മാർ.